ഇന്ന് നമുക്ക് കുറച്ച് സീരിയസ് ആയ എന്നാൽ അത്ര സീരിയസ് അല്ലാത്തൊരു കാര്യം സംസാരിക്കാം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. അവസാനം എപ്പോഴാണ് നിങ്ങൾ ഫോണില്ലാതെ, ടി.വി. ഇല്ലാതെ, അല്ലെങ്കിൽ കയ്യിൽ ഒരു പുസ്തകം പോലും ഇല്ലാതെ, ആരോടും മിണ്ടാതെ, വെറുതെ ഒരിടത്ത് ഇങ്ങനെ ഇരുന്നത്? ഓർമ്മ വരുന്നുണ്ടോ? മിക്കവാറും കാണില്ല. കാരണം ഇന്നത്തെ നമ്മുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കിയേ. നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. വിരലുകൾ ഫോണിലെ റീൽസിലാണ്. ഒരു ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോഴും നമ്മൾ ഫോണിലാണ്. എന്തിന്? വീട്ടിൽ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും മുന്നിലൊരു സ്ക്രീൻ വേണം. നമുക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ്. ബോറടിക്കുന്നതെന്തോ വലിയ കുറ്റമാണെന്നും ആ സമയം നമ്മൾ വെറുതെ കളയുകയാണെന്നുമാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ബോറടി തുടങ്ങിയാൽ ഉടനെ നമ്മൾ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് എസ്കേപ്പ് അടിക്കാൻ നോക്കും. പക്ഷേ എടാ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ ഇത്രയധികം പേടിക്കുന്ന ഈ ബോറടി ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഐഡിയ ഫാക്ടറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, നിങ്ങളുടെ തലച്ചോറിന് പുതിയ പുതിയ ഐഡിയകൾ തരാൻ ബോറടിയോളം കഴിവുള്ള മറ്റൊന്നുമില്ല. നമ്മുടെ ക്രിയേറ്റിവിറ്റിയും ഈ ബോറടിയും തമ്മിൽ എന്താണ് ബന്ധം? എങ്ങനെ നമുക്ക് മടുപ്പിനെ സ്നേഹിച്ചു തുടങ്ങാം? അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് ഈ ബോറടി പ്രണയം? ബോറടി പ്രണയമോ? ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നാം, ഇതെന്തായി പറയുന്നേ, ബോറടിക്കുമ്പോൾ ആർക്കെങ്കിലും സന്തോഷമുണ്ടാകുമോ എന്ന്. ശരിയാണ്, ബോറടിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. പക്ഷേ ആ അസ്വസ്ഥതയിലാണ് സംഗതിയിരിക്കുന്നത്. നമ്മുടെ തലച്ചോറിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കിയേ. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ നമ്മൾ അതിലേക്ക് എന്തെങ്കിലും കുത്തിനിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാം റീൽസ്, വാട്സാപ്പ് മെസ്സേജുകൾ, ന്യൂസ്, പാട്ട്, അങ്ങനെ ഒരു നിമിഷം പോലും ഗ്യാപ്പ് കൊടുക്കുന്നില്ല. ഒരു മെഷീൻ പോലും നിർത്താതെ ഓടിച്ചാൽ ചൂടാകില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ തലച്ചോറും. ശാസ്ത്രീയമായി പറഞ്ഞാൽ, നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്നൊരവസ്ഥയിലേക്ക് മാറും. അതായത് പുറത്തുനിന്നുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ തലച്ചോറ് അതിന്റെ ഉള്ളിലേക്ക് തന്നെ നോക്കുന്ന സമയം. നമ്മൾ ഒന്നും ചെയ്യുന്നില്ലെന്ന് കരുതുമ്പോഴും ഉള്ളിൽ തലച്ചോറ് പഴയ ഓർമ്മകളെയും പുതിയ അറിവുകളെയും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള തിരക്കിലായിരിക്കും. ഈ സൈലന്റ് പ്രോസസ്സിംഗിലാണ് വിപ്ലവകരമായ ചിന്തകളുണ്ടാകുന്നത്. എടാ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ പഴയ കാലം, പ്രത്യേകിച്ച് ഈ സ്മാർട്ട് ഫോണും ഇന്റർനെറ്റുമൊക്കെ വരുന്നതിനു മുൻപ്, അന്ന് വൈകുന്നേരങ്ങളിൽ നമ്മൾ വെറുതെ പറമ്പിലോ ചായക്കടയിലോ ഇരിക്കുമായിരുന്നു. ദൂരെയുള്ള ബന്ധുക്കളുടെ കത്തിനുവേണ്ടി ദിവസങ്ങളോളം കാത്തിരിക്കുമായിരുന്നു. ആ കാത്തിരിപ്പിലും വെറുതെ ഇരിക്കലിലും നമ്മൾ എത്രമാത്രം ചിന്തിക്കുമായിരുന്നു. കൂട്ടുകാരോടൊപ്പമിരുന്ന് വെറുതെ തമാശകൾ പറയുന്നതും പുതിയ കളികൾ കണ്ടുപിടിക്കുന്നതും ഒക്കെ ആ ബോറടി സമയത്തായിരുന്നു. കാരണം അന്ന് വേറെ ഓപ്ഷനുകളില്ലായിരുന്നു. അതുകൊണ്ടുതന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അതിന്റെ മാക്സിമത്തിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഇന്ന് നമുക്ക് ബോറടിക്കുമ്പോൾ ക്രിയേറ്റീവ് ആകേണ്ട ആവശ്യമില്ല. പകരം ഫോണെടുത്ത് ഒരു വീഡിയോ കണ്ടാൽ മതി. അതോടെ ആ ക്രിയേറ്റിവിറ്റിയുടെ വാതിൽ അവിടെ അടയുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ബോറടി എന്നാൽ സമയത്തിന്റെ പാഴാക്കലല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ നൽകുന്ന ഒരു ബ്രീത്തിംഗ് സ്പേസ് ആണ്. ശ്വാസം മുട്ടിയിരിക്കുന്ന മനസ്സിന് കുറച്ച് ശുദ്ധവായു കൊടുക്കുന്നതുപോലെയാണിത്. ആ ഗ്യാപ്പിലാണ് പുതിയ ഐഡിയകൾ ജനിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഒന്നും ചെയ്യുന്നില്ലെന്നാണ്. പക്ഷേ സത്യത്തിൽ ആ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ മനസ്സിനെ റീചാർജ് ചെയ്യുന്നു. ഇനി നമുക്കിതിന്റെ പിന്നിലെ ആ ഒരു മാജിക് നോക്കാം. എങ്ങനെയാണ് ഈ ബോറടി നമ്മുടെ ഉള്ളിലെ കലാകാരനെയോ ചിന്തകനെയോ ഉണർത്തുന്നത്? ശാസ്ത്രീയമായി പറഞ്ഞാൽ, നമ്മൾ ബോറടിച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അലഞ്ഞുതിരിയാൻ തുടങ്ങും. ഇതിനെ മൈൻഡ് വാണ്ടറിംഗ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ബോധപൂർവം ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല, പക്ഷേ നമ്മുടെ മനസ്സ് ഒരു ഉല്ലാസയാത്രയ്ക്ക് പോകും. ഈ യാത്രയ്ക്കിടയിലാണ് തലച്ചോറ് ഇതുവരെ കൂട്ടിമുട്ടാത്ത രണ്ട് കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അതായത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ പുതിയ ലിങ്കുകൾ രൂപപ്പെടുകയാണ്. ഒരു ഉദാഹരണം പറയാം. നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളൊരു കഥയുണ്ടല്ലോ, ഐസക് ന്യൂട്ടൺ. പുള്ളിക്കാരൻ ഒരു ആപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. കയ്യിൽ ഐഫോണോ ഇന്റർനെറ്റോ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്തിരുന്നേനെ. പക്ഷേ അന്ന് അദ്ദേഹം അവിടെ ബോറടിച്ചിരുന്നതുകൊണ്ട് മാത്രമാണ് മുകളിൽ നിന്ന് വീണ ആ ആപ്പിളിനെക്കുറിച്ച് ചിന്തിക്കാനും അതുവഴി ഗ്രാവിറ്റി കണ്ടുപിടിക്കാനും സാധിച്ചത്. ന്യൂട്ടൺ മാത്രമല്ല, ലോകത്തെ പ്രശസ്തരായ പല എഴുത്തുകാരും കലാകാരന്മാരും പറയുന്നത് അവരുടെ ഏറ്റവും മികച്ച വർക്കുകൾ ഉണ്ടായത് അവർ വെറുതെ ഇരുന്നപ്പോഴോ അല്ലെങ്കിൽ ഒരു ട്രെയിൻ യാത്രയിലോ ഒക്കെയാണെന്നാണ്. ഇനി ഇതൊന്നും പോരാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം അനുഭവം എടുത്തു നോക്കാം. നിങ്ങൾക്കെപ്പോഴാണ് ഏറ്റവും നല്ല ഐഡിയകൾ വരാറുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ.
പലർക്കും അത് കുളിക്കുമ്പോഴായിരിക്കും, ഷവർ തോട്ട്സ്, അല്ലെങ്കിൽ വൈകുന്നേരം ഫോണില്ലാതെ വെറുതെ ഒന്ന് നടക്കാനിറങ്ങുമ്പോഴായിരിക്കും. എന്തുകൊണ്ടാണ് കുളിക്കുമ്പോൾ നമുക്ക് ഇത്രയും നല്ല ചിന്തകൾ വരുന്നത്? കാരണം അവിടെ നമുക്ക് വേറെ പണിയൊന്നുമില്ല, കയ്യിൽ ഫോണില്ല, കാണാൻ ടിവിയില്ല. ആ 10 മിനിറ്റ് നമ്മൾ നമ്മുടെ മനസ്സിനോടൊപ്പം മാത്രമാണ്. അപ്പോഴാണ് അയ്യോ, ആ പ്രശ്നത്തിന് ഇങ്ങനെ ഒരു പരിഹാരമുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. എടാ, നമ്മുടെ തലച്ചോറിന് പുതിയതെന്തെങ്കിലും സൃഷ്ടിക്കണമെങ്കിൽ അതിനൽപ്പം വിശ്രമം വേണം. നമ്മൾ സദാസമയവും ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരുന്നാൽ അതിന് പ്രോസസ്സ് ചെയ്യാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഐഡിയകൾ വറ്റിപ്പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുനേരം ബോറടിച്ചിരിക്കൂ. ആ ബോറടിയിൽ നിന്ന് പുതിയൊരു വസന്തം വിരിയും, ഉറപ്പാണ്. ശരി, അപ്പൊ കാര്യമൊക്കെ മനസ്സിലായി. ബോറടി നല്ലതാണ്, ക്രിയേറ്റിവിറ്റി വരും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ പ്രാക്ടിക്കലായി ഇതെങ്ങനെ തുടങ്ങും? നമ്മൾ ഈ ഫോണിന് അടിമയായിപ്പോയ അവസ്ഥയിൽ നിന്ന് എങ്ങനെ കുറച്ച് സമയം മാറ്റിവെക്കും? അതിനുള്ള വളരെ സിമ്പിളായ ചില വഴികൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. നമ്മൾ ഈ വ്രതമൊക്കെ എടുക്കാറില്ലേ, അതുപോലെ തന്നെ ദിവസവും ഒരു 20 മിനിറ്റ് മാത്രം നിങ്ങളൊന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക. ചാർജ് തീർന്നു പോകുമ്പോൾ മാത്രം ഓഫാവുന്ന ഫോണിന് നമുക്ക് വേണ്ടി ഒരു 20 മിനിറ്റ് റെസ്റ്റ് കൊടുത്തുകൂടെ? ആ സമയം നോട്ടിഫിക്കേഷനുകൾ കാണില്ല, മെസ്സേജുകൾ വരില്ല, നിങ്ങൾ മാത്രം. ആദ്യമൊക്കെ വല്ലാത്തൊരു വെപ്രാളം തോന്നും, അയ്യോ എന്തെങ്കിലും മിസ്സാവുന്നുണ്ടോ എന്ന്. സാരമില്ല, ആ അസ്വസ്ഥതയാണ് നമുക്ക് വേണ്ടത്. രണ്ടാമത്തെ കാര്യം, വെറുതെ ഇരിക്കുക, ജസ്റ്റ് സിറ്റ്. ഇതൊരു തപസ്സൊന്നുമല്ലാട്ടോ. നമ്മുടെ വീട്ടിലെ ബാൽക്കണിയിലോ ജനൽക്കല്ലോ അല്ലെങ്കിൽ ഉമ്മറത്തോ പോയി വെറുതെ ഇരിക്കുക. ഇതിനെ മെഡിറ്റേഷൻ എന്ന് വിളിച്ച് നമ്മൾ പാടുപെടേണ്ട കാര്യമില്ല. ഒന്നും ചിന്തിക്കരുതെന്ന് നിർബന്ധം പിടിക്കേണ്ട. ചിന്തകൾ വരട്ടെ. ഓഫീസിലെ കാര്യമോ പഴയ കൂട്ടുകാരിയോ ഇനി നാളെ എന്ത് കറി വെക്കണമെന്നോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിങ്ങനെ ഒഴുകി നടക്കട്ടെ. ആ ഒഴുക്കിലാണ് മാജിക് ഇരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, നിരീക്ഷണം, ഒബ്സർവേഷൻ. നമ്മൾ ഒടുവിലായി എപ്പോഴാണ് ഒരു ഉറുമ്പ് ഭക്ഷണം വലിച്ചുകൊണ്ടു പോകുന്നത് നോക്കിയിരുന്നത്? അല്ലെങ്കിൽ മുറ്റത്തെ ചെടിയിൽ ഒരു പുതിയ മൊട്ടു വിരിയുന്നത് ശ്രദ്ധിച്ചത്? സത്യം പറയാലോ, ഇതിലൊക്കെ ഒരു പ്രത്യേക സമാധാനമുണ്ട്. ആ ചെറിയ ലോകങ്ങളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ വലിയ വലിയ ടെൻഷനുകൾ ഇല്ലാതാകും. മനസ്സ് ശാന്തമാകുമ്പോൾ ക്രിയേറ്റിവിറ്റി താനേ പടിവാതിൽക്കൽ വന്ന് നിൽക്കും. നാലാമത്തെ കാര്യം, എഴുതുക അല്ലെങ്കിൽ വരയ്ക്കുക. മനസ്സിൽ കുറേ ചിന്തകൾ വന്നു പുകയുമ്പോൾ ഒരു പേപ്പറും പേനയും എടുക്കുക. എഴുത്തുകാരനാകാൻ വേണ്ടിയല്ല നമ്മൾ എഴുതുന്നത്, മനസ്സിലുള്ളത് വെറുതെ കുത്തിക്കുറിക്കുക. ചിലപ്പോ അത് അർത്ഥമില്ലാത്ത വരികളാകാം, അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങൾ പോലും അറിയാതെ മനോഹരമായ ഒരു ചിത്രം അവിടെ തെളിഞ്ഞുവരാം. ഫോണിലെ കീബോർഡിലല്ല, മറിച്ച് പേപ്പറിൽ പേന ഓടുമ്പോഴാണ് തലച്ചോറിലെ ആ ക്രിയേറ്റീവ് സെല്ലുകൾ ശരിക്കും ആക്റ്റീവാകുന്നത്. ഇതൊക്കെ ചെയ്യാൻ വലിയ ചിലവൊന്നുമില്ലല്ലോ. ആകെ വേണ്ടത് നിങ്ങളുടെ കുറച്ച് സമയമാണ്. ഈ 20 മിനിറ്റ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചാൽ ബാക്കി സമയം നിങ്ങൾക്ക് കൂടുതൽ പവർഫുള്ളായി ജോലി ചെയ്യാൻ പറ്റും. അപ്പോ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങളൊന്നു ചുരുക്കി പറഞ്ഞാൽ, ഈ ബോറടി എന്ന് പറയുന്നത് ശരിക്കും ഒരു വില്ലനല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു വലിയ കൂട്ടുകാരനാണ്. ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ലോകത്ത് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം എന്നൊരു നിർബന്ധം നമുക്കുണ്ട്. പക്ഷെ ഓർക്കുക, കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ടയർ മാറ്റാൻ പറ്റില്ലല്ലോ. അതുപോലെ മനസ്സിനും ഇടയ്ക്കൊന്ന് നിൽക്കാൻ സമയം കൊടുക്കണം. അതുകൊണ്ട് ഇനി മുതൽ മടുപ്പ് തോന്നുമ്പോൾ ടെൻഷനാകണ്ട, ആ മടുപ്പിനെ അങ്ങ് സ്നേഹിച്ചു തുടങ്ങൂ. ഇനി ആരെങ്കിലും വന്ന് എന്താടാ ബോറടിച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ധൈര്യമായി പറഞ്ഞു, അല്ല, ഞാൻ ക്രിയേറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന്. കാരണം ഐ എം ബോർഡ് എന്ന് പറയുന്നതിനേക്കാൾ എത്ര പവർഫുള്ളാണ് ഐ എം ക്രിയേറ്റീവ് എന്ന് പറയുന്നത്, അല്ലേ? എനിക്ക് നിങ്ങളോടൊരു ചെറിയ കാര്യം ചോദിക്കാനുണ്ട്. ഇന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒരു 15 മിനിറ്റ്, വെറും 15 മിനിറ്റ് മാത്രം നിങ്ങൾ ഫോണൊന്ന് മാറ്റിവെച്ച് വെറുതെ ഇരിക്കണം. ആ സമയത്ത് നിങ്ങളുടെ തലച്ചോറിൽ വന്ന ഏറ്റവും രസകരമായ ചിന്തയോ തമാശയോ അല്ലെങ്കിൽ ഒരു പുതിയ ഐഡിയയോ എന്തുമാകട്ടെ, അത് താഴെ കമന്റ് ബോക്സിനൊന്ന് രേഖപ്പെടുത്തണം. നമുക്ക് നോക്കാം ആർക്കാണ് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഐഡിയ കിട്ടുന്നതെന്ന്. ഞാൻ എല്ലാവരുടെയും കമന്റുകൾ വായിക്കാൻ കാത്തിരിക്കും. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഇതൊന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് ബോറടിച്ചിരിക്കട്ടെ. അടുത്തൊരു കിടിലൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ബോറടി. ടാറ്റാ.